ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 ലോകകപ്പ് ഫൈനൽ നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ്. കന്നി കിരീടമാണ് ന്യൂസിലാൻഡിന്റെ ലക്ഷ്യം. ഇരു ടീമുകളും ഇന്ന് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും. അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. മുഹമ്മദ് നൌഫലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നൌഫൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വാങ്കഡയിൽ നിന്ന് നേരെ പോയിരിക്കുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. അതിനിടയിൽ സഞ്ജു സാംസണുമായിട്ടുള്ള സെൽഫിയൊക്കെ ഞങ്ങൾ കണ്ടു എന്നുകൂടി അറിയിക്കട്ടെ. എന്തായാലും ഒരു ഫൈനലിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തീപാറുന്ന പോരാട്ടത്തിന് തന്നെയായിരിക്കും സാക്ഷ്യം വഹിക്കുക. കാരണം കിരീടം നിലനിർത്തുക, അത് ഏതറ്റം വരെയും പോകാൻ ഇന്ത്യ തയ്യാറാകും. അതേസമയം കന്നി കിരീടത്തിനായി വലിയ ഫൈറ്റ് കാഴ്ചവെക്കാൻ എതിർ ടീമുകളും തയ്യാറാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒപ്പം തന്നെ എത്രത്തോളം ആവേശമുണ്ട് അത് നൌഫലിനും ഒപ്പം തന്നെ ഇനിയിപ്പോൾ അവിടെ നാളെ വരാനിരിക്കുന്ന കാണികൾക്കും? ജെസ്സി സൂചിപ്പിച്ചതുപോലെ കിരീടം നിലനിർത്തുക എന്നുള്ള വലിയ ശ്രമത്തിലാണ് ഇന്ത്യ ഉള്ളത്. കാരണം കഴിഞ്ഞ ലോകകപ്പിനെ അപേക്ഷിച്ച് ഇന്ത്യ ഈ ലോകകപ്പിൽ ഒരു മത്സരം തോറ്റിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പിലൊന്നും ഇന്ത്യ ഒരു മത്സരവും തോൽക്കാതെയാണ് കിരീടമണഞ്ഞത്. പക്ഷേ ഇത്തവണ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു പരാജയം നുണഞ്ഞ ശേഷം ഇന്ത്യ കൂടുതൽ ഉയർത്തെഴുന്നേൽക്കുകയും അങ്ങനെ വിജയത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. സഞ്ജുവിന്റെ പേര് സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ പറയട്ടെ, ഇന്നത്തെ എല്ലാവരും ഉറ്റുനോക്കുന്നതും സഞ്ജുവിനെ തന്നെയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. സഞ്ജു നേരത്തെ ഇവിടെ ഒരു കളിയിൽ 22 ബോളിൽ 34 റൺസ് എടുത്ത റെക്കോർഡ് സഞ്ജുവിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അത്ര മോശപ്പെട്ട ഒരു ഗ്രൗണ്ട് അല്ല ഇത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേഡിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് അത്ര നല്ല ഓർമ്മകൾ നൽകുന്ന ഒരു സ്റ്റേഡിയമല്ല. 2023 ഏകദിന ലോകകപ്പ് നമുക്കറിയാം. അന്ന് ഇന്ത്യ കിരീടം പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങി. പക്ഷേ ഫൈനലിൽ ഇവിടെ വെച്ച് ഓസ്ട്രേലിയയോട് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. ആ ഒരു ഓർമ്മ, ആ ഒരു കറുത്ത ഓർമ്മ ഇന്ത്യയുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഒരു തവണയാണ് ഇവിടെ ഏറ്റുമുട്ടിയത്. അവിടെ ഇന്ത്യ വിജയിച്ചത് 168 റൺസിനാണ്. T20യിൽ 168 റൺസിന് ഒരു ടീം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹത്തായ വലിയ ഒരു വിജയമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അന്ന് ഇന്ത്യ 250 മുകളിലുള്ള റൺസാണ് സ്കോർ ചെയ്തത്. 66 റൺസിന് ന്യൂസിലാൻഡിനെ പുറത്താക്കാൻ